ഇനി ഒരേ ഒരു ദിവസം കൂടി ഉള്ളൂ 2026 വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാത്തുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് സെറ്റാക്കാം. വിഷൻ ബോർഡിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫാവട്ടെ, നമ്മുടെ ഫാമിലി ലൈഫാവട്ടെ, നമ്മുടെ സ്പിരിച്വൽ ലൈഫാവട്ടെ, എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഇത് പേപ്പർ കട്ടിങ്സ് ആയിട്ടോ ഫോട്ടോസായിട്ടോ നമ്മൾ ഒരു വർഷം അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ബോർഡിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. പ്രൈവസി ഒരു ഇഷ്യൂ കൊണ്ട് തന്നെ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്തിട്ട് വാൾപേപ്പറായിട്ട് യൂസ് ചെയ്യാം. ഇത് ഡെയിലി കാണുന്നതിലൂടെ നമുക്കത് മാനിഫെസ്റ്റ് ആകും, അതിനുവേണ്ടി വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുകയും ചെയ്യും. ഇതാണ് എൻ്റെ 2025 വിഷൻ ബോർഡ്. ഞാൻ വാൾപേപ്പറായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ജനുവരി 1 ഇട്ടത്. ഇപ്രാവശ്യം എനിക്ക് ജനുവരി 1 പുതിയൊരു വാൾപേപ്പർ ആവശ്യമുണ്ട്. അതിനായിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. വാൾപേപ്പറായി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി പ്രൈവസി ഉണ്ടായിരിക്കും, നമുക്ക് മാത്രമാണ് കാണേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് ഏതൊക്കെ ഫോട്ടോസ് വേണോ അതൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു കൊളാഷ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഓൾറെഡി എൻ്റെ വാൾപേപ്പർ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കോമൺ ആയിട്ട് എല്ലാ ഗേൾസിനും ആഗ്രഹമുള്ള രീതിയിലുള്ള ഒരു വാൾപേപ്പറാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വിഷൻ ബോർഡ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വിഷൻ ബോർഡ് വ്യത്യസ്ത രീതിയിലായിരിക്കും. ഞാനൊരു കോമൺ ആയിട്ടുള്ള വിഷൻ ബോർഡാണ് സെറ്റ് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. ഒരു മാരീഡ് വുമൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫാമിലിയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എനിക്ക് സ്പിരിച്വൽ കാര്യങ്ങളിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതുകൂടാതെ ഞാനിപ്പോൾ പേഴ്സണൽ ഗ്രോത്തിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഇത് കേട്ടോ. ഫുള്ളായിട്ടുള്ള ഇമേജ് എടുക്കുന്നതിനും നല്ലത് കട്ടൗട്ട്സ് എടുത്തിട്ട് അത് അവിടെ ഇവിടെയായിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതലും ഭംഗി ഉണ്ടാവുക കാണാനായിട്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി സ്പേസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കൂടുതലായിട്ടും അബണ്ടൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അബണ്ടൻസ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലി മാത്രമല്ല, മെൻ്റലി, ഫിസിക്കലി എല്ലാത്തിനും അബണ്ടൻ്റ് ആയിട്ട് ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ഞാൻ എൻ്റെ പേഴ്സണൽ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിലാണ്. ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ വിഷൻ ബോർഡിലെ എല്ലാ കാര്യങ്ങളിൽ കൂടി ഞാൻ കടന്നു പോയിട്ടുണ്ട്. ചിലതൊക്കെ എനിക്ക് മാനിഫെസ്റ്റ് ആയിട്ടുണ്ട്, ചിലത് ആ ഒരു പാത്തിൽ കൂടെ ഞാൻ പോയിട്ടുമുണ്ട്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര വർക്കിംഗ് ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ഡെയിലി കാണുന്നതിലൂടെ നമുക്കിത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോന്ന് അച്ചീവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ നമ്മൾ എവിടെയൊക്കെയാണ് വീക്കായിട്ടിരിക്കുന്നത്, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ വീക്ക് പോയിന്റുകൾ എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ നമുക്ക് ഈ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ലേഡിക്ക് വേണ്ട എല്ലാ ബേസിക് നീഡ്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വക നിങ്ങളുടെ വിഷൻ ബോർഡ് സെറ്റ് ആക്കുക കേട്ടോ.